ഹലോ ഓൾ, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബികോമിൻ്റെ ബിസിനസ് മാനേജ് ഒരു റിവിഷൻ പാർട്ടായിട്ടാണ്. അതായത് വരാനുള്ള ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുന്നോടിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, ആർട്ട് ആൻഡ് പ്രൊഫഷൻ. തേർഡ് വൺ, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫോർത്ത് വൺ ഈസ് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫിഫ്ത്ത് വൺ ഈസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്കറിയണം. എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരുപാട് അവസരങ്ങളിൽ നമ്മൾ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് എക്സാമിന് എഴുതേണ്ടത്, അതാണ് ഈ ഒരു ഫസ്റ്റത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ഡെഫിനിഷൻസ് മാനേജ്മെൻറ്റിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് അതർ പീപ്പിൾ. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഗെറ്റിംഗ് തിങ്സ്, അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതെന്ത് ചെയ്യാണ്, വേറെ ആളുകളെയും കൊണ്ട് മറ്റുള്ളവരെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു കലേനെയാണ് എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് രീതിയിലാണെന്ത് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൻറി എൽ സിസ്കിൻ്റെ ഡെഫിനിഷനാണ്. Management is the coordination of all resources through the process of planning, organizing, directing and controlling in order to attain stated objectives. അതായത് ഹെൻറി എൽ സിസ്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോർഡിനേഷൻ ഓഫ് പ്രോസസ്സാണ്. അതായത് നമുക്കറിയാം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, അതുപോലെ ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷനാണെന്ത് ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, ഈ റിസോഴ്സസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിനെയാണ്, പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജെയിംസ് എൽ ലൻറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് ഈസ് പ്രിൻസിപ്പലി ദ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി എഫേർട്സ് ഓഫ് അതേഴ്സ് ടുവാർഡ്സ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇയാൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടാസ്ക് ഓഫ് പ്ലാനിങ്, പ്രിൻസിപ്പലി എ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി എഫേർട്സ് ഓഫ് അതേഴ്സ്. അതായത് അവിടെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരുടെ എഫേർട്സുകൾ, ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ അവരുടെ എഫേർട്സിന് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കുക, കൺട്രോളിങ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഹ്യൂമൻ എഫേർട്സ് അപ്ലൈഡ് ടു കൺട്രോൾ ദി ഫോഴ്സസ് ആൻഡ് യൂട്ടിലൈസ് ദി മെറ്റീരിയൽസ് ഓഫ് നേച്ചർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് മാൻ. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ആർട്ടും സയൻസും ആണ്. അതായത് ഒരു കലയുമാണ്, അതേപോലെ തന്നെ ഒരു സയൻസാണ്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂമൻ എഫേർട്സ്, നമ്മൾ ഓരോ ആളുകളും എത്രത്തോളം എഫേർട്സ് എടുക്കുന്നുണ്ട് അതിനെന്ത് ചെയ്യാണ്, അതിനെ ഓർഗനൈസ് ചെയ്യുക, അതേപോലെ ഡയറക്റ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടും കലയുമാണെന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ആ ഒരു കലയാകുന്നത്, ഓരോ ആളുകളുടെയും ബെനിഫിറ്റ്സ്, അയാൾക്ക് അവരുടെ യൂട്ടിലിറ്റീസ് എത്രത്തോളം ഉണ്ട് അത് ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്യിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ആർട്ട് ആൻഡ് സയൻസ് ആണെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുകയാണെങ്കിൽ ടൈലറിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്, FW ടൈലറിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ, മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കലയാണ്. നമ്മളെ കുറേ ഡെഫിനിഷൻസിൽ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കലയാണ്. എന്തുകൊണ്ടാണ് കല എന്ന് പറയുന്നത്, അതായത് മാനേജ്മെൻറ്റിൽ ഒരുപാട് സ്കിൽസും നോളേജൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതിനൊരു കലയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് യു വാണ്ട് ടു ഡു, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അത് എങ്ങനെയാണ് ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ ചെയ്യാൻ പറ്റുക, ഏറ്റവും നല്ല രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് നമുക്ക് എന്തറിയാം, മാനേജ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ ഹെൻറി ഫയൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ടു മാനേജ് ഇസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഹെൻറി ഫയലിൻ്റെ അഭിപ്രായത്തിൽ ഇത്രയാണെന്ത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസോ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ആയിരിക്കണം, പ്ലാൻ ചെയ്തിട്ട് അതേപോലെ ഓർഗനൈസ് ചെയ്തിട്ട് അതിനുള്ള കമാൻഡ്സ് കൊടുത്തിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ടായിരിക്കണം, എല്ലാ എഫേർട്സുകളും കൺട്രോൾ ചെയ്തിട്ടും പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കണം ഓർഗനൈസേഷനിൽ ഓരോ ആക്ടിവിറ്റീസും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനീഷൻസും മീനിങ്ങുമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഗോൾ ഓറിയൻറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്, മാനേജ്മെൻറ്റ് എപ്പോഴും അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിനായിട്ട് അവർ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അവിടെ എന്തായിരിക്കും, ഒരു ഗോളുമായിട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരു ലക്ഷ്യം അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഓരോ ആക്ടിവിറ്റീസും അവിടെ നടത്തുന്നത്. പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റീസ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിളായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ് ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോസസ്സാണെന്ന് പറയുന്നത്, ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അവിടെ പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, കോർഡിനേറ്റിംഗ് ഉണ്ട്, കൺട്രോളിങ് ഉണ്ട്. ഓരോ പീപ്പിൾസിൻ്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്ന, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്രയും പ്രവൃത്തികൾ ചേർന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു കാര്യം മാത്രമല്ല, ഇതൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ പ്രോസസ്സാണ്. ബിക്കോസ് മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. അതായത് ബാക്കിയുള്ളവരുടെ എഫേർട്സ് കൊണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ മാനേജേഴ്സിൻ്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ളവരാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. ഒരു ഇൻഡിവിജ്വലുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു സോഷ്യൽ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്. മാനേജ്മെൻറ്റ് എല്ലാ ലെവൽസിലും ആവശ്യമാണ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതായത് ടോപ്പ് ലെവലിലോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലോ ലോവർ ലെവലിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ ലെവൽസിലും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എല്ലാത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഡൈനാമിക്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക് നേച്ചറാണ്. ഡൈനാമിക് നേച്ചർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, എല്ലാ ചേഞ്ചസും നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരും, അതുപോലെ ടെക്നോളജിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പോൾ ഒക്കെ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക്. നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് എഫേർട്സ്. അതായത് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ടായില്ല, ഒരുപാട് ആളുകളുടെ എഫേർട്സ് കൂടിയാണ് മാനേജ്മെൻറ്റ് പ്രോപ്പർ ഫങ്ഷനിങ് ആവുള്ളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ചേർന്നാണ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഇൻടാഞ്ചിബിൾ ആൻഡ് കോർഡിനേഷൻ ഫോഴ്സ്. നമുക്ക് ഒരിക്കലും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതെന്താണ്, ഒരു ഇൻടാഞ്ചിബിൾ പ്രോസസ്സാണ്, അതേപോലെ തന്നെ കോർഡിനേഷൻ പ്രോസസ്സാണ്.
നെക്സ്റ്റ് വൺ ഇൻഫ്ലുവൻസസ് ബിഹേവിയർ. അതായത് പ്രോപ്പർ മാനേജ്മെൻറ്റ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ മാനേജേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയറുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് ഓർ സയൻസ്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത്, അതേപോലെ മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയുന്നത്? നമുക്ക് അറിയാം, ആർട്ട് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് നോ ഹൗ ആൻഡ് പേഴ്സണൽ സ്കിൽസ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ടു അച്ചീവ് ഡിസയേർഡ് റിസൾട്ട്സ്. അതായത് നമ്മളൊരു സിറ്റുവേഷനിൽ നമുക്കറിയുന്ന കഴിവുകൾ, നമ്മുടെ പേഴ്സണൽ സ്കില്ലൊക്കെ പ്രകടിപ്പിക്കുന്നതിനെയാണ് അപ്ലൈ ചെയ്യുന്നതിനാണ് ആർട്ട് എന്ന് പറയുന്നത്. പാട്ട്, മ്യൂസിക് ഒരു ആർട്ടാണ്, അതേപോലെ തന്നെ ഡാൻസ് ഒരു ആർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, ആർട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ഒരു പെർട്ടിക്കുലർ പേഴ്സണൽ സ്കിൽസ് വേണം, അതുപോലെ നോളജ് വേണം. ആ കാര്യങ്ങളൊക്കെ എന്തിനു വേണം, ആർട്ടിൽ വേണം. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട് ആസ് ബോത്ത് റിക്വയർസ് സ്കിൽസ്, നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഡിസയേർഡ് റിസൾട്ട്സ്. അതായത് മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റിനും എന്ത് വേണം, ഒരു സ്കിൽസ് വേണം. ഒരാൾ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, നല്ലൊരു സ്കില്ല് വേണം, അയാൾക്ക് നല്ലൊരു നോളേജ് വേണം, അയാൾക്ക് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് വേണം, ക്രിയേറ്റിവിറ്റി, അതായത് പുതിയ കാര്യങ്ങൾ എപ്പോഴും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ഓഫ് ഡിസയേർഡ് റിസൾട്ട്സ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താലാണ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിലും കൂടി വരുന്നുണ്ട്, ആർട്ടിലും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറയാം. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുമ്പോൾ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബോത്ത് റിക്വയേഴ്സ് സ്കിൽസ്, നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത്? Management is considered as a science. Science tells about the causes and effects of applications and is based on some specific principles and procedures. അതായത് സയൻസ് എന്ന് എപ്പോഴും നമുക്ക് പറയാം എങ്ങനെയാണ്, സയൻസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഫോർ അച്ചീവിങ് ദി ഡിസയേർഡ് റിസൾട്ട്സ്. അതായത് സയൻറ്റിഫിക് നോളജ്, മാനേജ്മെൻറ്റ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സയൻറ്റിഫിക് നോളേജും അതേപോലെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നോളേജിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് നമുക്കൊരു സയൻസ് ആണെന്ന് പറയാം. അപ്പോൾ സയൻസിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, സയൻസ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻ്റലിജൻസ് സ്പെക്കുലേഷൻ. നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് അതായത് ഒബ്സർവേഷൻ്റെ ബേസിസിൽ, നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ, അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിലും, അതേപോലെ ഇൻ്റലിജൻസ് സ്പെക്കുലേഷൻ നടത്തുന്നതിൻ്റെയൊക്കെ ബേസിസിലാണെന്ത്, സിസ്റ്റമാറ്റിക് രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും സയൻസിൽ ഡിഫൈൻ ഉണ്ടായിരിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത് എന്താണ്, ചില കേസ് എടുക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് പറയാം, നമുക്ക് സയൻസ് ആണെന്ന് പറയാം. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോസസ് ആൻഡ്, അതായത് ഓരോ കാരണങ്ങളും ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും അതിൻ്റെ കോസും എഫക്ട്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരു സ്പെസിഫിക് പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാം, മാനേജ്മെൻറ്റ് ഓൾസോ യൂസസ് സം പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക് മെത്തേഡ്സ്. നമ്മൾ ചില പ്രിൻസിപ്പിൾസ്, ഇപ്പോൾ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് വരുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദീസ് ആർ ഫോംഡ് ബൈ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഒബ്സർവേഷനിലൂടെയാണ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്ന മെയിൻ ആയിട്ട് റീസൺ എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് സം പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക് മെത്തേഡ്. സയൻസ് ഈസ് ഓൾസോ എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻ്റലിജൻസ് സ്പെക്കുലേഷൻ. ഇങ്ങനെ നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്നാണ്. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷനാണെന്ന് പറയുന്നത്? അപ്പോൾ ഒരു പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഫഷന് വേണ്ട മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളേജ് വേണം. ഒരു പ്രൊഫഷൻ, ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ലോയർ
അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ, ടീച്ചർ എന്നുള്ള പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, അവിടെ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട് ഒരു പ്രൊഫഷന്. അതേപോലെ തന്നെ ഫോർമൽ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും അവർക്കുള്ള അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റുള്ളൂ. അതേപോലെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതേപോലെ കോഡ് ഓഫ് കണ്ടൻറ്റ്സ്, അതായത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കോഡ് ഓഫ് കണ്ടൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ, അതായത് ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന എന്താണ്, ഒരുപാട് ആളുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഫോളോ ചെയ്താലാണ് ഒരു പ്രൊഫഷനാണെന്ന് പറയുള്ളൂ. അപ്പോൾ ഈ പ്രൊഫഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഒക്യുപ്പേഷൻ ദാറ്റ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ഇൻറ്റൻസീവ് അക്കാഡമിക് പ്രിപ്പറേഷൻസ് ടു വിച്ച് എൻട്രി ഈസ് റെഗുലേറ്റഡ് ബൈ എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. ഒരു പ്രൊഫഷൻ ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, നമ്മളൊരു പ്രൊഫഷനാണെന്ന് പറയണമെങ്കിൽ അതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണം, അതേപോലെ നോളേജ് വേണം, ഇൻറ്റൻസീവ് അക്കാഡമിക് പ്രിപ്പറേഷൻസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ആയതിനു ശേഷം ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയിൽ എൻട്രി ചെയ്താലേ നമ്മൊരു പ്രൊഫഷനാണെന്ന് പറയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്ന് പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണ്, പ്രൊഫഷൻ്റെ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷനുമായിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് എത്രത്തോളം മാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് നോക്കുന്ന പോയിൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ബോഡി ഓഫ് നോളജ് ഓർ ടെക്നിക്സ്. അതായത് മാനേജ്മെൻറ്റിലും എന്ത് വേണം, ഒരു ബോഡി ഓഫ് നോളജ് വേണം. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് വേണം, ഒരു ബോഡി ഓഫ് നോളജ് വേണം. അത് പ്രൊഫഷനിലും മാനേജ്മെൻറ്റിലും സെയിം ആണ്. അതേപോലെ തന്നെ അക്വിസിഷൻ ഓഫ് നോളജ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ഇവിടെ ഇൻഡിവിജ്വൽസിന് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുഡ് പ്രൊഫഷണൽ ആവുള്ളൂ. അതായത് പ്രൊഫഷണൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, പ്രൊഫിഷ്യൻസി ആയി ഫോർമൽ ട്രെയിനിങ്ങിലൂടെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാജുവേറ്റ്സ് മാത്രമായിരിക്കും. അവർക്ക് ഈ ഒരു പ്രൊഫഷൻ ആവാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുള്ളി പ്രൊഫഷണൽ ആണെന്നും പറയാൻ പറ്റില്ല. മൂന്നാമത് വരികയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷനാണ്. ഇവിടെ ഈ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ദി പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്. ഈ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റീസാണ് ഓരോ പ്രൊഫഷണൽസിൻ്റെയും ഈ പ്രൊഫഷണൽ അസോസിയേഷനാണ് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും. ഈ അസോസിയേഷനാണ് ഓരോ ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുന്നത് പോലെ സ്റ്റാൻഡേർഡ്സൊക്കെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ നമുക്കെന്തില്ല, ഈ ഒരു മാനേജ്മെൻറ്റിന് ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ ഇല്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്ത് പറയാൻ പറ്റില്ല, ഒരു ട്രൂ പ്രൊഫഷനാണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഫോർമേഷൻ ഓഫ് എത്തിക്കൽ കോഡ്സ്. ഏതൊരു പ്രൊഫഷൻ എടുക്കുകയാണെങ്കിൽ അവർ എത്തിക്സ് അവർ കീപ്പ് ചെയ്യണം. അവരുടെ ഹോണസ്റ്റി, ഡിസിപ്ലിൻ, അതുപോലെ ഇൻറ്റിഗ്രിറ്റി എന്ന എത്തിക്സും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് നല്ലൊരു പ്രൊഫഷനായിട്ട് മാറാൻ പറ്റുള്ളൂ. അതുപോലെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്തുണ്ട്, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. അത് നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്ന് പറയാം. നെക്സ്റ്റ് സർവീസ് മോട്ടോണ്. ഒരു പ്രൊഫഷണൽ എന്തായിരിക്കണം, സൊസൈറ്റിക്കും കൂടി വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റും എന്താണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സൊസൈറ്റിക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഒരു പോയിൻറ്റും പ്രൊഫഷനുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. പേഴ്സണൽ ക്വാളിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മെച്യൂരിറ്റി, സൊഫിസ്റ്റിക്കേഷൻ, അതേപോലെ പേഷ്യൻസ് ഒക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് വരുന്നത്. അത് മാനേജ്മെൻറ്റിലും എന്ത് വേണം, പേഴ്സണൽ ക്വാളിറ്റീസ് പറയാം. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മാനേജ്മെൻറ്റിന് ഒരു പ്രൊഫഷനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്. പക്ഷേ മോഡേൺ മാനേജ്മെൻറ്റിൽ പറയുന്നത് പ്രൊഫഷൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ്, വെൽ ഡിഫൈൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് മാനേജ്മെൻറ്റിൽ വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് സ്കിൽസും എന്തിൽ വേണം, മാനേജ്മെൻറ്റിൽ വേണം. ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പിന്നെ പറയുന്നതാണെന്ത്, മോഡേൺ മാനേജ്മെൻറ്റ് ഈസ് അവെയർ ടു ലുക്ക് ആഫ്റ്റർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് മോഡേൺ മാനേജ്മെൻറ്റിൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മോഡേൺ മാനേജ്മെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയാം. ഇതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്.
മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അവിടെ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണുള്ളത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും, അതുപോലെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും, ചീഫ് സെയിൽസ് ഓഫീസർ, ചീഫ് ടെക്നോളജി ഓഫീസർ, പ്രസിഡൻറ്റ്, മാനേജിംഗ് ഡയറക്ടർ. ഇത്രയും ആളുകളാണ് എന്ത് ടോപ്പ് ലെവൽ മാനേജേഴ്സായിട്ട് ഉണ്ടായിരിക്കുക. അവരാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതൊക്കെ അവരായിരിക്കും. പോളിസീസൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് അവരായിരിക്കും. നെക്സ്റ്റ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ മാർക്കറ്റ് മാനേജർ ഉണ്ടായിരിക്കും, പർച്ചേസ് ഹെഡ്, സെയിൽസ് മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഫൈനാൻസ് മാനേജർ. ഇത്രയും ആളുകളാണ് എന്ത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. അതായത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ അങ്ങനെ ആയിരിക്കും മിഡിൽ ലെവൽ ഉണ്ടായിരിക്കുക. ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ് സൂപ്പർവൈസേഴ്സും ഫോർമാനും ക്ലർക്ക്, ജൂനിയർ മാനേജേഴ്സൊക്കെ വരുന്നത്, ഇൻസ്പെക്ടേഴ്സൊക്കെ വരുന്നതാണ് ലോവർ ലെവൽ മാനേജേഴ്സ്. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആണ്. അതായത് അവർ എക്സിക്യൂട്ട് ചെയ്യുക, കോച്ചിങ് നടത്തുക, എന്നിട്ട് ചേഞ്ച് മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, ഡെലിഗേഷൻ, എംപവർമെൻ്റ് ഒക്കെ എന്താണ് ഇവരുടെ ഫങ്ഷൻസിൽ വരും. അതായത് ഇവരെന്തൊക്കെ ചെയ്യും? പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യും, സ്ട്രാറ്റജി പ്ലാൻസ് പ്രിപ്പയർ ചെയ്യും, അതുപോലെ ഗീവ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ്, കൺട്രോൾ ആൻഡ് ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് പബ്ലിക് ആൻഡ് ജഡ്ജ് ദി റിസൾട്ട്. ഇത്രയും കാര്യങ്ങൾ ആര് നോക്കുന്നുണ്ട്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് നോക്കും. അവരാണ് ഓവറാൾ ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്തൊക്കെ ചെയ്യണം, ഓർഗനൈസേഷനിൽ എന്തൊക്കെ പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇനി മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന പോളിസീസ് പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് നടത്തുക. അതായത് പ്രോബ്ലം സോൾവിങ്, അതേപോലെ ടീം ബിൽഡിങ് നടത്തും, അതുപോലെ ടാലൻറ്റ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നടത്തുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. അവരെന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേഷൻസൊക്കെ പ്ലാൻ ചെയ്യും. അതേപോലെ അതിനനുസരിച്ചിട്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സ് കൊടുത്ത ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് അവർ ഓരോ ആക്ടിവിറ്റീസും ഗൈഡ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസസ് ഇവാലുവേറ്റ് ചെയ്യുക, റിപ്പോർട്ട്സ് കളക്ട്, ഇതൊക്കെ ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് അവരുടെ കപ്പാസിറ്റി പറയുന്നത് അവർ ഇമോഷണൽ ഇൻ്റലിജൻസും അതേപോലെ കോച്ചിങ് ഫോർ പെർഫോമൻസും ആയിരിക്കും. അതായത് ഡെയിലി എന്ത് ചെയ്യും? പ്ലാൻ ഫോർ ഡേ ടു ഡേ വർക്ക്, അതേപോലെ ഓർഗനൈസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസൊക്കെ ഓർഗനൈസ് ചെയ്യുക, വർക്കേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, മെറ്റീരിയൽസും മെഷീൻസും അതേ ടൂൾസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ലോവർ ലെവൽ മാനേജേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്.